ഹലോ നമസ്കാരം, രഞ്ജിത്ത്. നിങ്ങളൊരു ബിസിനസ്സുകാരനാണോ? തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരാളായിരിക്കും നിങ്ങൾ. കാലത്തോട്ട് വൈകിട്ട് വരെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ടാവും തീരുമാനങ്ങൾ എടുക്കാനായിട്ട്. ഈ തീരുമാനങ്ങൾ എടുക്കുന്ന ഈ പരിപാടിയെ 4 എച്ചുകളുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യുകയാണ്. ഈ 4 എച്ച് എന്ന് പറയുന്നത് നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട എച്ചുകളാണ്. ഏറ്റവും ആദ്യത്തെ എച്ച് ഹെഡാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം എന്ന് വിചാരിച്ചോളൂ. ഫോർ എക്സാമ്പിൾ, പുതിയ ഒരു മാർക്കറ്റിലേക്ക് നമ്മളുടെ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് തലകൊണ്ട് തന്നെയാണ്. തലകൊണ്ട് ചിന്തിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആലോചിച്ചാൽ അറിയാം, ഇത് വളരെ ലോജിക്കലായിട്ടുള്ള ഫാക്ച്വൽ ആയിട്ടുള്ള തിങ്കിങ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പുതിയ ഒരു മാർക്കറ്റിലേക്ക് നമ്മളുടെ ഒരു പുതിയ പ്രൊഡക്റ്റ് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ ഡെമോഗ്രഫിക്സ് എങ്ങനെയാണ്, നമ്മളുടെ കസ്റ്റമർ സെഗ്മെൻറ്റ് എങ്ങനെയാണ്, ടാർഗറ്റ് ഓഡിയൻസ് എങ്ങനെയാണ്, ഇവരുടെ ബിഹേവിയറൽ പാറ്റേൺ, പർച്ചേസിങ് പാറ്റേൺ, ഇതൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. ഇതിനെ അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്താനായിട്ട്. അപ്പോൾ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. ലോജിക്കലായിട്ട് തന്നെ ഇതിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം. ഇതിനു വേണ്ടിയാണ് മാർക്കറ്റ് സ്റ്റഡിയും ഫീസിബിലിറ്റി സ്റ്റഡിയും ഒക്കെ പലപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ ഡാറ്റ അനലിറ്റിക്സിലൂടെ, ഇന്നത്തെ കാലത്ത് ഡാറ്റ അനലിറ്റിക്സ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. ഒക്കെ വന്നതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഡാറ്റയെ കൃത്യമായി അനലൈസ് ചെയ്തുകൊണ്ട് ഏത് തരത്തിലുള്ള കസ്റ്റമേഴ്സാണ്, എത്രമാത്രം പർച്ചേസിങ് പവറുള്ള ആളുകളാണ്, ആവറേജ് ബില്ലിംഗ് വാല്യൂ എത്ര വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ കൃത്യമായി അനലൈസ് ചെയ്ത് ഏത് തരത്തിലുള്ള പ്രൊഡക്റ്റും ഏത് കൈൻഡ് ഓഫ് പ്രൈസിങ്ങുമാണ് നമ്മളവിടെ പൊസിഷൻ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ കൃത്യമായി മനസ്സിലാക്കിയെടുക്കുക. ഇതാണ് ഹെഡ് എന്ന് പറയുന്ന ആദ്യത്തെ പാർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്ത് തരത്തിലുള്ള ഡിസിഷൻ ആയിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിലുള്ള വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഡിസിഷൻ ആയിക്കോട്ടെ, ഏറ്റവും ആദ്യത്തെ ഡിസിഷൻ എങ്ങനെയായിരിക്കണം? വളരെ ലോജിക്കലായിരിക്കണം, ചിന്തിച്ച് എടുക്കുന്ന ഡിസിഷൻ ആയിരിക്കണം, തല ഉപയോഗിച്ച് എടുക്കുന്ന ഡിസിഷൻ ആയിരിക്കണം. രണ്ടാമത്തത് ഹാർട്ടാണ്. എന്താണ് ഹാർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്? ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ആയിട്ടുള്ള കോണ്ടൻ്റ് ആണ്. നമ്മൾ ലോജിക്കലി ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞു, അതായത് ഇപ്പോഴത്തെ ആ ഒരു പെർട്ടിക്കുലർ മാർക്കറ്റിലേക്ക് പോകാമെന്നുള്ള ഡിസിഷൻ എടുത്തു കഴിഞ്ഞു. ഇനി ഹാർട്ട് വെച്ചുകൂടി നമ്മൾ ആലോചിക്കുകയാണ്, ഇത് നമുക്കൊരു പാഷനേറ്റ് ആയിട്ടുള്ള പരിപാടിയാണോ, അല്ലെങ്കിൽ അവിടെ നമുക്ക് പോകാനും അവിടെ പ്രവർത്തിക്കാനുമുള്ള താല്പര്യം നിങ്ങൾക്കുണ്ടോ? ആ ഒരു പെർട്ടിക്കുലർ പ്രദേശം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലമാണോ? അവിടെ വർക്ക് ചെയ്യാൻ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ഉണ്ടാകുന്നുണ്ടോ? ഇതില്ലെങ്കിൽ, എത്രമാത്രം ലോജിക്കലാണെങ്കിലും നിങ്ങൾക്കൊരു പാഷൻ അതിനകത്തില്ലെങ്കിൽ, നിങ്ങളെ അത് ശരിക്കും ഡ്രൈവ് ചെയ്യുന്നില്ലെങ്കിൽ, അടുത്ത ലെവലിലേക്ക് നിങ്ങളെ പിടിച്ചു കൊണ്ടുപോകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം തല വെച്ച് നല്ല രീതിയിൽ ചിന്തിക്കുക. രണ്ടാമത്തേത്, ആ തല വെച്ച് ചിന്തിച്ച് എടുത്ത തീരുമാനം നിങ്ങളുടെ ഹാർട്ടിന് കൂടി അനുയോജ്യമാണോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. കാരണം നിങ്ങൾക്ക് അതിനകത്ത് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകണം. നിങ്ങൾ ഏത് ജോലി ചെയ്യുമ്പോഴും ഏത് ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോഴും ഈ പറയുന്ന ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും പാഷനും അതിനകത്ത് ഇല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ സർവൈവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളെ ഓരോ ദിവസവും അത് നമ്മളെ എക്സോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, അതായത് നമ്മളെ തളർത്തിക്കൊണ്ടിരിക്കും, നമ്മളെ വീക്കാക്കിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ള ആളുകളുടെ കൂടെയൊക്കെ ഇത് ചെയ്യുമ്പോഴാണ് പലപ്പോഴും നിങ്ങൾക്ക് ഈ ശരിക്കും എൻജോയ്മെൻറ്റും എൻ്റർടൈൻമെൻറ്റും മോട്ടിവേഷനും ഒക്കെ ഉണ്ടാവുന്നത്. ഇത് കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് വേണ്ട എന്ന് വെക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഏറ്റവും ആദ്യം ഹെഡ്, രണ്ടാമത്തത് ഹാർട്ടാണ്, മൂന്നാമത്തത് ഹാൻഡ്സ് ആണ്. അതായത് ഹെഡും ഹാർട്ടും സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ വേണ്ടത്? ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന പോലെ അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷനിലേക്ക് എത്രയും പെട്ടെന്ന് പോകണം. പലപ്പോഴും ഈ ഹാൻഡ്സ് എന്ന് പറയുന്നത് പല ആൾക്കാരും ചെയ്യാറില്ല. നമ്മൾ ഈ ഹെഡിലും ഹാർട്ടിലും ഒക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുകയും ഒരുപാട് ഡിസിഷൻ ഡിലേഡ് ആക്കുകയും ചെയ്യും എന്നുള്ളതാണ് സത്യം. എപ്പോഴാണോ നിങ്ങൾ ഈ ഹാൻഡ്സ് ഓൺ എന്ന് പറയുന്ന പരിപാടിയിലേക്ക് അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റേഷനിലേക്ക് വരുന്നത്, അപ്പോൾ മാത്രമാണ് ബിസിനസ് ഉരുണ്ട് തുടങ്ങുന്നത്, അപ്പോൾ മാത്രമാണ് തുടങ്ങി വെക്കുന്നത്. അപ്പോൾ തുടങ്ങി വെക്കുക, നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ തുടങ്ങി വെക്കുക, ഓട്ടോമാറ്റിക്കലി മുന്നോട്ട് പോകുന്നത് കാണാം. ഫൈനലി ഹെൽത്ത് തന്നെയാണ്. ഹെൽത്ത് എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിലിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഈ ഉരുണ്ടു പോകുന്ന സംഭവം നിൽക്കാതെ നോക്കണം എന്നുള്ളതാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അതിനെ മോണിറ്റർ ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് അതിനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് അസസ് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് ആളുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക, സംസാരിച്ചു കൊണ്ടിരിക്കുക. ഒരു സംശയം വേണ്ട, അത് സസ്റ്റെയിൻ ചെയ്ത് പോവുകയും ചെയ്യും. അപ്പം ഡിസിഷൻ ഏതുമായിക്കൊള്ളട്ടെ, ഇപ്പോൾ നമ്മൾ പുതിയൊരു മാർക്കറ്റിലേക്ക് പോകുന്ന ഡിസിഷൻ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഏത് ഡിസിഷൻ ആയിക്കോട്ടെ, ഏത് ഡിസിഷൻ ആയാലും തീർച്ചയായിട്ടും ഈ പറയുന്ന ഹെഡും ഹാർട്ടും ഹാൻഡ്സും അതുപോലെ തന്നെ ഹെൽത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 4 എച്ചുകൾ ശ്രദ്ധിച്ചുകൊണ്ട് വേണം ഏത് തരത്തിലുള്ള ഡിസിഷനും എടുക്കാൻ. ഇത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ ഇനിയിപ്പം വീട്ടിലേക്ക് നാളെ ബിരിയാണി വേണോ അതോ ചോറ് വേണോ എന്നുള്ള ഡിസിഷൻ എടുക്കാൻ പോലും ആക്ച്വലി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. ഓൾ ദി ബെസ്റ്റ്.